ഹലോ. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഒരു ഈവനിങ് സ്നാക്സാണ് ഉണ്ടാക്കാൻ പോകുന്നത്. കൂടുതൽ ചിലവുകളൊന്നുമില്ലാതെ ഒരു പഴം ഉപയോഗിച്ചാണ് ഇത് ചെയ്യുന്നത്. ഇതുപോലെ ഒരു പഴം ഇങ്ങനെ മിക്സിൻ്റെ ജാറിലേക്ക് ഇടുക. എന്നിട്ട് അതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കുക. കൂടുതലൊന്നും വേണ്ട. ഇതുപോലെ കുറച്ച് വെള്ളം ഒഴിച്ചതിന് ശേഷം അത് അടിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. വേറെ ഒന്നും ചേർക്കണ്ട. ആ പഴം മാത്രം ലേശം വെള്ളം ഒഴിച്ച് അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇത് അമൃതപ്പൊടിയാണ്, അംഗനവാടിയിൽ നിന്നൊക്കെ കിട്ടുന്ന അമൃതപ്പൊടി. ആ പൊടി ഒരു പേക്ക് എടുത്തിട്ടുണ്ട്. അമൃതപ്പൊടിയിലേക്ക് നമ്മൾ നേരത്തെ അടിച്ചു വെച്ച ഈ പഴത്തിൻ്റെത് ഒഴിക്കുകയാണ് കേട്ടോ. അങ്ങനെ അത് ഒന്നിച്ച് കണ്ട് കുഴച്ചെടുക്കുക. അതിൽ വെള്ളം വേണമെങ്കിൽ ലേശം വെള്ളം ഒന്ന് ചേർക്കട്ടോ. ലേശം ഉപ്പിടുക. എന്നിട്ട് ഇതൊന്ന് കുഴച്ചെടുക്കണം. ഒന്ന് കുഴച്ചെടുത്തിട്ട് വെള്ളം വേണമെങ്കിൽ ചേർത്താലും മതി. നന്നായി ലൂസാക്കാതെ. നമ്മൾ പത്തിരിക്കൊക്കെ ഉണ്ടാക്കില്ലേ, അതേപോലെ ഇതുപോലെ ചെയ്ത് വെക്കട്ടാ. അതിന് ശേഷം അതിൽ നിന്ന് ചെറിയ ഉരുളകളാക്കി എടുത്തിട്ട് നമുക്കിഷ്ടമുള്ള ഷേപ്പിലാക്കാം. ഞാനത് ഇതുപോലെയാണ് ഞാൻ ചെയ്തിട്ടുള്ളത്. വട്ടത്തിലാണെങ്കിൽ വട്ടത്തിൽ ഹോൾസ് വെച്ചിട്ടൊക്കെ നമുക്ക് ഉണ്ടാക്കണമെങ്കിൽ അതുപോലൊക്കെ ചെയ്യാം. ഞാൻ ഇതേപോലെയാണ് ചെയ്ത് വെച്ചിട്ടുള്ളത് കേട്ടോ. വളരെ സിമ്പിളായിട്ട് സ്നാക്സ് നമുക്ക് ഉണ്ടാക്കാൻ പറ്റും വീട്ടിൽ. കൂടുതൽ ചിലവുകളൊന്നുമില്ല. ഒരു പഴം മാത്രം മതി. വലിയ പഴമൊന്നും വേണമെന്നില്ല, ഒരു ചെറിയൊരു പഴം മതി. ഏത് ഷേപ്പിലും ഉണ്ടാക്കാം കേട്ടോ. പിന്നെ ഇതെന്ന് വെച്ചാൽ നമ്മൾ ഇത് പൊരിച്ചെടുത്തതിന് ശേഷം സിറപ്പ് ഉണ്ടാക്കുന്നതാണ്. ഇതിൽ ലേശം വെള്ളം എടുത്തിട്ട് കുറച്ചൊരു മധുരം ഇട്ട് കൊടുക്കുക കേട്ടോ, ആവശ്യത്തിന്. അതായത് ഈ പൊടിയിൽ മധുരമുള്ള പൊടിയാണ്, അമൃതപ്പൊടി മധുരമുള്ള പൊടിയാണല്ലോ. അപ്പോൾ കുറച്ച് പഞ്ചസാര ഇട്ടിട്ട് ഒന്ന് തിളപ്പിച്ചെടുക്കാം. ചട്ടിയിൽ ഓയിൽ ഒഴിച്ചിട്ടുണ്ട്. എണ്ണ ചൂടായതിന് ശേഷം ഇതിട്ട് കൊടുക്കുക കേട്ടോ. വെള്ളം ചേർക്കുമ്പോൾ ശ്രദ്ധിക്കുക, കൂടുതൽ വെള്ളമൊന്നും ഒഴിക്കാതെ കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കണം കേട്ടോ. എന്നാൽ തീരെ വെള്ളം ഇല്ലെങ്കിൽ നമ്മൾ പഴത്തിൻ്റെ അടിച്ച് വെച്ച പഴത്തിൻ്റെത് ഒഴിച്ചിട്ട് വെള്ളം ഇല്ലെങ്കിൽ അത്യാവശ്യത്തിന് നമ്മൾ കുറച്ച് വെള്ളം വേണമെങ്കിൽ ചേർക്കാനും പറ്റും. ഒരു ഭാഗം മുരിഞ്ഞതിന് ശേഷം നമ്മൾ മറിച്ചിട്ട് കൊടുക്കുക. രണ്ട് പുറം വെന്തതിന് ശേഷം ഇതെടുത്ത് നമ്മൾ ആ പഞ്ചസാര 0 ആക്കിയതിൽ ഇട്ട് കൊടുക്കുക കേട്ടോ.
അങ്ങനെ പൊരിച്ചതിന് ശേഷം നമ്മളിങ്ങനെ എല്ലാ രണ്ട് സൈഡും ഒന്ന് ആ സീറോയിലൊന്ന് മുക്കിയിട്ട് എടുക്കുക. അങ്ങനെ എടുത്ത് വെച്ചിട്ടുണ്ട്. നല്ല അടിപൊളി ടേസ്റ്റാണ്. ഞങ്ങൾ ട്രൈ ചെയ്ത് നല്ല അടിപൊളി, എന്താ പറയുക, എല്ലാവർക്കും ഇഷ്ടമായി. അതുപോലെ നിങ്ങളും ട്രൈ ചെയ്ത് നോക്കാം. ഓക്കെ, ബൈ.